അപ്പോഴേ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ മിനി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിൽ കയറിയ കറക്റ്റ് സമയത്ത് തന്നെ കറണ്ട് പോയിട്ടാ. പിന്നെ കറണ്ട് വരാൻ വേണ്ടി കാത്തിരുന്നതിനാൽ പണി കിട്ടും. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് പണി എടുക്കുന്നതാണ്. അപ്പോൾ ചായക്കുള്ളത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെജിറ്റബിൾസ് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെ കറണ്ട് വന്നതുകൊണ്ട് ഹാപ്പിയായി. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കണമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു. അപ്പോൾ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഇതേ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പോൾ ഒരു മിക്സഡ് വെജിറ്റബിൾസ് ഒലത്ത് ഉണ്ടാക്കാന്നായിട്ട് വിചാരിച്ചേക്കണത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ബീൻസാണ് എടുത്തേക്കണത്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാലൊക്കെ കാച്ചി തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നാസ്തക്ക് പുട്ടും കടലയാണ്. അപ്പോൾ കടലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് പകുതി സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ പകുതി തക്കാളി, പിന്നെ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചെടുത്ത കടല ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം അതിൻ്റെ തന്നെ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ആ അരപ്പ് അങ്ങോട്ട് വീത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ വേവിച്ച് വെച്ച കടല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ തിളച്ച് ഒന്ന് റെഡിയായിട്ട് വരട്ടെ. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറിക്ക്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അങ്ങനെ ഇതേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഞാനിതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ അതേ ഒരു കൈ തെളി വെള്ളമില്ലേ അതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വിസിൽ കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ പൊടിച്ചതിന് ശേഷം പകുതി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ്ഡ് ചില്ലി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾക്ക് സ്കൂളിലേക്കുള്ള ഒലത്ത് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കടലക്കറിയും തന്നെയാണ് വെച്ച് കൊടുക്കണത്. അങ്ങനത്തെ ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നാസൊക്കെ തിന്നു കഴിഞ്ഞിട്ട് മക്കളും പോയിട്ടാ. അങ്ങനെ മക്കൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനമായിട്ടുള്ളൊരു ചായ കൂടി, അത് നിർബന്ധം.